ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി നാടൻ കറിയായിട്ടുള്ള വെണ്ടയ്ക്ക പുളിയാണ്. അത് പെട്ടെന്ന് സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുന്നത് നമുക്ക് വീഡിയോയിലൂടെ കാണണ്ടേ. അപ്പോൾ വെണ്ടയ്ക്ക പുളി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 250 ഗ്രാം നല്ല അധികം മൂപ്പില്ലാത്ത പിഞ്ച് വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്. നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിന് 2 സൈഡും ഒന്ന് കട്ട് ചെയ്ത ശേഷം ചെറിയ ചെറിയ പീസാക്കിയിട്ട് നമുക്കൊന്ന് മുറിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിനുള്ള അരപ്പ് തയ്യാറാക്കാം. അതിന് ഞാൻ അരമുടി തേങ്ങ ചിരവി എടുത്തിട്ടുണ്ട്. ഇത് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണം. ഒരു 4 ചെറിയുള്ളി ഇത്രയും ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കതൊന്ന് അരച്ചെടുക്കാം. ഇനി നമുക്ക് കറി വയ്ക്കാൻ തുടങ്ങാം. ഞാനിവിടെ ഒരു മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി വെണ്ടയ്ക്ക് ഒന്ന് വഴറ്റിയെടുക്കണം. ഇത് വഴണ്ടി വരുന്നവരെ ഒന്ന് എല്ലാവിടെയും ഒന്ന് ചേർത്ത് ഇളക്കി കൊടുക്കാം. നന്നായി ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ആ വഴുവഴുപ്പൊക്കെ പോയി കിട്ടിക്കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് തക്കാളി ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു 3 പഴുത്ത തക്കാളിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇത് നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മസാല ചേർക്കാം. ഞാനിവിടെ 2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്ര ഇട്ടിട്ട് ഈ മുളക് പൊടിയുടെയും മല്ലിപ്പൊടിയുടെയൊക്കെ ഒരു പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ പച്ചമീൻ കറി വെക്കുന്ന പോലെയാണ് കേട്ടോ അത് വെക്കുന്നത്. ഇത് അത്രയും ടേസ്റ്റാണ്. പച്ചമീൻ കറി പോലെ ഉണ്ടാവും ഇത് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഈ മുളക് പൊടി ഒന്ന് വറുത്ത് എടുക്കുമ്പോൾ അത്രയും ടേസ്റ്റാണ്. ഇനി നമുക്ക് പുളി ഒഴിക്കാം. ഇനി ഞാനിവിടെ 1 നെല്ലിക്കയുടെ വലിപ്പമുള്ള പുളിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതും കൂടെ ഒഴിച്ചു കൊടുക്കാം. കൂടുതൽ പുളിയുടെ ആവശ്യമില്ല, കാരണം ഞാനിവിടെ 3 നല്ല പഴുത്ത തക്കാളി ഇടുന്നുണ്ട്. അപ്പോൾ പുളി നിങ്ങൾ നോക്കിയിട്ട് ഒഴിക്കണം. എന്നാൽ പുളി ഒഴിക്കണം, കുറച്ച് നോക്കിയിട്ട് ഒഴിച്ചാൽ മതി. അഥവാ നിങ്ങൾക്ക് ഇത്തിരി പുളിപ്പ് കൂടുതലാണെങ്കിൽ കുറച്ച് വെള്ളം കൂടുതൽ ഒഴിച്ചാൽ മതി. അതിനുശേഷം ഞാനിവിടെ 1.5 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. വെള്ളമൊക്കെ നിങ്ങളുടെ വീട്ടിലെ ആൾക്കാരുടെ എണ്ണത്തിനനുസരിച്ചിട്ട് നിങ്ങൾ വെള്ളം ചാറിൻ്റെ അളവ് കൂട്ടണം. ഇനി ഉപ്പിട്ട് കൊടുക്കുക. ഇനി ഇത് കൂടുതൽ വേകേണ്ട ആവശ്യമില്ല. നമ്മൾ ഓൾറെഡി എണ്ണയിലിട്ട് വഴറ്റിയെടുത്താണല്ലോ. അപ്പോൾ തന്നെ വെണ്ടയ്ക്ക ഒരു ഹാഫ് വെന്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി ഇതൊന്ന് ഈ പുളിയും ഉപ്പും മുളകൊക്കെ ഒന്ന് പിടിച്ച് വരണം. അതിനൊരു തിള വന്നാൽ മതി. ചാറ് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങയുടെ അരപ്പ് ചേർക്കാം. ഈ അരപ്പ് ചേർത്ത് ഇനി ഇതിൽ ഉപ്പും എരിവും എല്ലാം ഒന്ന് നോക്കണം. എല്ലാം കറക്റ്റാണെങ്കിൽ ഇനി നമുക്ക് ഇതൊരു തിള കൂടെ വരണം. ഇനി തേങ്ങ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഇനി ഒന്ന് അടച്ചു വയ്ക്കാം. ഒരു തിള വരട്ടെ. നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇത് പച്ചമീൻ കറിയുടെ അതേ ടേസ്റ്റാണ് കേട്ടോ ഈ വെണ്ടയ്ക്കപ്പുളിക്ക്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വെണ്ടയ്ക്കപ്പുളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായി തിളച്ച് ചാറൊക്കെ കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വയ്ക്കാം. ഇനി നമുക്കിതൊന്ന് താളിച്ച് കൂട്ടണം. ഇനി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. അതിലേക്ക് നന്നായി ചൂടാകുമ്പോൾ കടുക് ഇട്ട് കൊടുത്തിട്ട് അത് നന്നായി പൊട്ടി വരട്ടെ. അതിലേക്ക് ഒരു 2 ചെറിയുള്ളി പൊടി അരിഞ്ഞിട്ട് കൊടുത്ത് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇത് ഉള്ളിയൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് 1 ടീസ്പൂൺ വെന്തയം കൂടി ചേർക്കണം. വെന്തയം പൊടിച്ച് ചേർക്കണം. അപ്പോൾ ഇത് നമ്മുടെ പച്ചമീൻ കറിയുടെ അതേ രുചിയാണ് നമുക്ക് ഈ വെണ്ടയ്ക്കപ്പുളിക്ക് കിട്ടുന്നത്. ഇത് തലേ ദിവസം കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ആ തൊട്ടടുത്തിരിക്കുന്ന ബെൽ ബട്ടൺ കൂടെ ഒന്ന് അമർത്തണേ. എന്നാലും മാത്രമേ ഞാനിടുന്ന വീഡിയോസെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരും ആരോഗ്യത്തോടെ ഇരിക്കുക, സന്തോഷത്തോടെ ഇരിക്കുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.